വീടിനോട് ചേർന്ന് ഹാർഡ്വെയർ കട നടത്തുന്ന അച്ഛൻ സോഫയിൽ ക്ഷീണം കൊണ്ട് തലചായ്ച്ചൊന്ന് കിടന്നതാണ്. താടിയും മുടിയും അടക്കം ദേഹത്തെ രോമങ്ങളൊക്കെ നീക്കി ഒരുമ്പെട്ടെത്തിയ പ്രിയപ്പെട്ട പുത്രൻ ഉന്നം നോക്കി ആഞ്ഞു വെട്ടിയത് കഴുത്തിലാണ്. ചോര ചീറ്റിയ പ്രാണൻ വാരിപ്പിടിച്ചോടിയ വെള്ളറടയിലെ 70-കാരൻ വയോധികനെ പേ പിടിച്ചെത്തിയ മകൻ അടുക്കളയിലിട്ട് വെട്ടിക്കൂട്ടി തീർത്തതാണ്. ജന്മം കൊടുത്ത അച്ഛന്റെ ശരീരത്തിൽ മകന്റെ വക വെട്ടുകളുടെ എണ്ണം 28. അധികം മുന്നേയല്ല. താമരശ്ശേരിയിൽ ട്യൂമറിന് ഓപ്പറേഷൻ കഴിഞ്ഞ് അനങ്ങാൻ വയ്യാതെ കിടന്ന സ്വന്തം അമ്മയെ കൈവറയ്ക്കാതെ കഴുത്തറത്ത് കൊന്നൊരു മുടിഞ്ഞവൻ, വടിവാളിൽ മാതൃരക്തവുമായി കുറ്റബോധമേ ഇല്ലാതെ മാധ്യമക്കാർക്ക് നേരെ ഒരു പരിഹാസ ചുംബനം കൊടുത്തൊരു അന്തകപുത്രൻ ഇപ്പോൾ കുതിരവട്ടത്താണ്. അമ്മയെ കൊന്നൊരു വേദനയിൽ മനോനിലയങ്ങ് തെറ്റിയതല്ല. പോലീസ് കസ്റ്റഡിയിൽ ലഹരി കിട്ടാതായപ്പോൾ ഭ്രാന്തളകിക്കൊണ്ടാക്കിയതാണ്. ഇന്നലെ കൊടുങ്ങല്ലൂര് മൊട്ടക്കറിക്ക് സവാള അരിഞ്ഞുകൊണ്ടിരുന്ന അമ്മയുടെ കയ്യിൽ നിന്നും കറിക്കത്ത് വാങ്ങി കോഴിക്കറി കിട്ടാത്ത വാശിക്ക് ചരിച്ചു പിടിച്ച് കോഴിയെ അറക്കുമ്പോൾ അറുത്തൊരുത്തൻ മാസം 3 മുന്നേ അച്ഛന്റെ കത്തിക്ക് കുത്തിയതാണ്. കാരണം എന്താണ് അറിയാതെ ചോദിച്ചു. മോനെ ലഹരിയിൽ നശിക്കുന്നത് എന്തിനാ? ചേന്നമംഗലത്ത് 2 പെൺമക്കളുടെ മുന്നിലിട്ട് അമ്മയടക്കം കൂട്ടക്കൊല നടത്തിയ ഋതുജയനടക്കം ഈ വർഷം തുടങ്ങുന്ന രാത്രി തേക്കുംകാട് മൈതാനത്തിട്ടൊരു 30 വയസ്സുകാരനെ മൊട്ടേന്ന് വിരിയാത്ത 2 പിള്ളേര് കുത്തിമലർത്തിയ വാർത്ത തൊട്ടിങ്ങോട്ട് ഈ പോയ 1.5 മാസത്തെ മാത്രം കാര്യം പറഞ്ഞാൽ ഒരു 4-4.5 മണിക്കൂർ നിർത്താതെ പറയാവുന്ന ചോരയാറാട്ടാണ് ഈ പ്രബുദ്ധ കേരളം. നമ്മൾ അഹങ്കരിച്ചൊരു നാട് മുടിഞ്ഞു നാറാണക്കല്ലെടുക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ്. അല്ലാതെ ന്യൂസ് ഡെസ്കിലേക്ക് മണിക്കൂർ കണക്കിന് വരുന്ന കേവലം ക്രൈം വാർത്തകളല്ല.